بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 988 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى സൂറത്ത് ത്വാഹയിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായമായ സൂറത്ത് ത്വാഹ, അതിന്റെ പരിചയപ്പെടുത്തൽ ഇന്നലെ നമ്മൾ നിർവഹിക്കുകയുണ്ടായി. അത് അവതരിച്ച ഘട്ടം, ചരിത്രത്തിൽ അത് ശ്രദ്ധേയമായ ഇടം നേടിയ പശ്ചാത്തലം, സൂറത്തിന്റെ ഉള്ളടക്കം, അതിന്റെ പേര് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഇന്നലെ നമ്മൾ പരിഗണിക്കുകയുണ്ടായത്. ഇന്ന് നമ്മൾ ആദ്യത്തെ 8 ആയത്തുകൾ ചെറിയ ആയത്തുകളാണ്. അത് ആഴത്തില് സാധിക്കുന്ന വിധത്തില് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. 2 അക്ഷരങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. യും ഹാഉം. ഈ 2 അക്ഷരങ്ങള് വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ വന്നതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ സാംസ്കാരിക ഇടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന പോലെയുള്ള, അദ്ദേഹത്തെ വളരെ ഇമ്പമാർന്ന വിധത്തില് സ്നേഹവായ്പോടുകൂടി വിളിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രയോഗമായിട്ടാണ് അത് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് കാവ്യരചനകളിലും സാംസ്കാരിക ഇടങ്ങളിലൊക്കെ തന്നെ ത്വാഹ എന്ന ഈ ആദ്യ ആയത്ത്, ഈ സൂറത്തിന്റെ തുടക്ക ആയത്ത്, ഈ 2 അക്ഷരങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന പോലെയുള്ള ഒരു പ്രയോഗമായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പെറ്റ് നെയിം നൽകിക്കൊണ്ട് വിളിക്കുന്ന വിധത്തിലാണ് മുസ്ലിം സമൂഹത്തിലെ പോപ്പുലർ കൾച്ചർ
അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. രണ്ടക്ഷരങ്ങളാണത്. നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പറയത്തക്ക ബന്ധമൊന്നും ഇല്ലാത്ത രണ്ടക്ഷരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുമായോ അല്ലെങ്കിൽ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്ന ദൗത്യവുമായോ ഒന്നും കണക്റ്റഡ് അല്ലാത്ത രണ്ടക്ഷരങ്ങൾ. പക്ഷെ അത് ഈ സൂറത്തിന്റെ സ്വരവും താളവും ഒക്കെ നിർണയിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. ഈ രണ്ടക്ഷരങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു വളരെ പ്രൗഢഗംഭീരമായ ഒരു കാര്യം വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് തുടർന്നുള്ള ആയത്തില് നടത്തുന്നത്. അപ്പൊ തോഹ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നേരത്തെ മുഖത്താത്തുകൾ വന്ന ഇടങ്ങളിലൊക്കെ തന്നെ നമ്മൾ പൊതുവായി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയും ബാധകമാണ്. രണ്ടക്ഷരങ്ങള് മാത്രമാണ്. ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അത്ഭുതകരമായ പാരായണം, ഈ ദിവ്യാത്ഭുതമായ ഈ ഖുർആൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സാഹിത്യ മികവ് തങ്ങളുടെ വലിയ നേട്ടമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വെല്ലുവിളി കൂടി ആവുന്ന വിധത്തിലാണ് ഈ ഒരു പ്രയോഗം സൂറത്തിന്റെ തുടക്കത്തില് എന്ന് നമുക്ക് അനുഭവപ്പെടും. ആ വിധത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. അവരുടെ സർഗാത്മകതക്കുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഇതുപോലെയുള്ള സാധാരണ അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഈ ഒരു ശൈലി സാഹിത്യ മേഖലയില് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന ആ സമൂഹത്തിലെ പ്രമുഖരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകരിക്കാനോ ഇതുപോലെയുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത. അതിനുള്ള ഒരു വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ ഈ ഇത്തരം അക്ഷരങ്ങളുടെ പ്രയോഗങ്ങളെ കാണാം. ഈ സൂറത്തിന്റെ കോണ്ടെക്സ്റ്റില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഈ മുഖത്താഴത്തുകൾ വരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അതിനെ തുടർന്ന് പരാമർശം ഖുർആനിലേക്കാണ് എന്നത് കാണാൻ കഴിയും. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, അതുപോലെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. അങ്ങനെ ഈ മുഖത്താഴത്തുകൾ വരുന്നതിനെ തുടർന്ന് പരാമർശിക്കപ്പെടുന്നത് ഖുർആനാണ്. ഖുർആന്റെ എന്തെങ്കിലും ഒരു മികവോ പ്രത്യേകതയോ ഒരു ശ്രദ്ധ പതിയേണ്ട വിഷയമോ ഒക്കെ പരാമർശിക്കപ്പെടുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ. അപ്പോ ഞാൻ നേരത്തെ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ള ആ വിലയിരുത്തല്, ഈ മുഖത്താഴത്തുകളൊക്കെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന സമകാലികരും പിൽക്കാലത്ത് വരുന്ന ആളുകളൊക്കെയായ സർഗാത്മകതയെക്കുറിച്ച് ബോധമുള്ള ആളുകളോട് പരോക്ഷമായിട്ട് അള്ളാഹു പറയുന്ന വിധത്തിലാണ് എനിക്ക് അത് അനുഭവപ്പെടാറുള്ളത്. ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് അലിഫ് ലാം മീം കാഫ് ഹ യാ ഐൻ സ്വാദ്, അതുപോലെ ഹാം മീം ത്വാഹ, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് സുപരിചിതമായ നിങ്ങൾ നിത്യേന എന്നോണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അക്ഷരങ്ങളും ശബ്ദങ്ങളും, അത്തരം അക്ഷരങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗ്രന്ഥം രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സ്വരങ്ങളും ശബ്ദങ്ങളും ഒക്കെയാണ്. എന്നാൽ വ്യത്യസ്തമായ വളരെ ശ്രദ്ധ പതിയുന്ന വിധത്തിലുള്ള ഒരു കോമ്പസിഷനാണ് നിങ്ങളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക്
ഇതേ അക്ഷരങ്ങൾ, ഇതുപോലെയുള്ള അക്ഷരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു കോമ്പോസിഷൻ, ഇങ്ങനെയൊരു സർഗാത്മക രചന സാധ്യമാണോ എന്നത് ഒരു വെല്ലുവിളി സ്വരത്തില് വായനക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന പോലെ നമുക്ക് അനുഭവപ്പെട്ടെന്ന് വരാം. ഇനി അതിനെ തുടർന്ന്, ഈ അക്ഷരങ്ങളെ തുടർന്ന് വിശുദ്ധ ഖുർആനെ പരാമർശിക്കുന്നതിനും വലിയ സാങ്കത്യവും പ്രാധാന്യമൊക്കെ ഉണ്ട്. കാരണം ഖുർആൻ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് വിരചിതമാണ്. അത് വളരെ വലിയ വിസ്മയമായിട്ട് വായനക്കാർക്ക് അനുഭവപ്പെടുന്നു. പക്ഷെ ഈ അക്ഷരങ്ങൾ നിങ്ങളുടേത് തന്നെയാണ്, ഈ ശബ്ദങ്ങൾ നിങ്ങൾ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളാണ് എന്ന ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് അതിന്റെ ദൈവികതയെ പഠന വിധേയമാക്കാൻ വേണ്ടി വായനക്കാരനെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ വായിച്ചു വെച്ച ആയത്തുകളുടെ പശ്ചാത്തലത്തിലേക്ക്, അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ. ഈ രണ്ട് അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഈ രണ്ട് അക്ഷരങ്ങള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെ ഒരു ഓമന പേര് വിളിക്കുന്ന പോലെയുള്ള അനുഭവമായിട്ട് തോന്നുന്നതിന്റെ ഒരു കാരണവും അതാണ്. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ. പ്രവാചകരെ, ഈ ഖുർആൻ നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് താങ്കളെ ക്ലേശം അനുഭവിക്കുന്നവനാക്കാൻ വേണ്ടിയല്ല, താങ്കള് ക്ലേശിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയല്ല നാം ഈ കിതാബിനെ, ഈ ഖുർആനെ താങ്കൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ആ ഘട്ടത്തിൽ ക്ലേശം അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നതിലേക്കൊരു സൂചന ഈ ആയത്ത് നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും അതിലെ അതിവിസ്മയങ്ങളായ ആയാത്തുകൾ ജനഹൃദയങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിലും മക്കയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അതിനെ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത കാണിക്കുകയും അദ്ദേഹത്തെ കൂടെയുള്ള ആളുകളെയൊക്കെ ദ്രോഹിക്കാൻ മുതിരുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയ മനക്ലേശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു കാര്യം അവതരിപ്പിക്കപ്പെട്ടിട്ട് അത് കേട്ട പാടെ തന്നെ അതിനെ പുൽകാൻ സന്നദ്ധരാവാതെ അതിനോട് എതിർപ്പ് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ആളുകളുടെ നിലപാട്, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനക്ലേശത്തിൽ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ അതിൽ ഇടപെട്ടുകൊണ്ട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ, താങ്കൾക്ക് അസഖ്യമായ മനക്ലേശം ഉണ്ടാകാൻ വേണ്ടിയല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് അവതരിപ്പിച്ചു എന്നതിന്റെ പേരിൽ എല്ലാവരും അതങ്ങ് ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്ന് താങ്കൾ കരുതാൻ പാടില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും സ്വീകരിക്കുന്ന, എല്ലാവരും അതിനെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്ന ഒരു റിസപ്ഷൻ അതിനുണ്ടാകും എന്ന് താങ്കൾ സങ്കല്പിക്കേണ്ടതില്ല. അങ്ങനെ നടക്കാതെ കാണുമ്പോ, അത് യാഥാർത്ഥ്യമായിട്ട് പുലരുന്നത് കാണാതിരിക്കുമ്പോ അതിന്റെ പേരിൽ മനക്ലേശം അനുഭവിക്കേണ്ട കാര്യവുമില്ല. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടതോടെ, ആളുകൾ കേൾക്കാനിടയാകുന്നതോടുകൂടി എല്ലാവരും ആവേശപൂർവം കടന്നു വന്ന് അത് സ്വീകരിക്കും എന്ന് ഒരു ധാരണ താങ്കൾ അതിനെപ്പറ്റി ഫോം ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല എന്നാണ് അള്ളാഹുവിടെ നൽകുന്ന പരോക്ഷമായ ഒരു സൂചന. മാ അൻസൽനാ അലൈക, പ്രവാചകരെ, നാം താങ്കൾക്ക് അവതരിപ്പിച്ചിട്ടില്ല അൽ ഖുർആന, ഈ പാരായണത്തിന്, ഈ വിശിഷ്ടമായ റെസിറ്റേഷൻ, ഈ വിശിഷ്ടമായ കാവ്യത്തിന്, അല്ലെങ്കിൽ വളരെ ആകർഷകമായ ഈ പാരായണത്തെ
അത് താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത് ലിതഷ്ഖ, താങ്കള് ക്ലേശം അനുഭവിക്കുന്നതിന് വേണ്ടിയല്ല, മനക്ലേശം ഉള്ളവനായിക്കൊണ്ട് പ്രയാസപ്പെടുന്നതിന് വേണ്ടിയല്ല ഇത് താങ്കൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ഇല്ലാത്തത് കിറത്തൻ ലിമൻ യഖ്ഷ, സൂക്ഷ്മതാബോധമുള്ള ആളുകൾക്ക് ഒരു ഉത്ബോധനമാവട്ടെ എന്നുള്ള നിലക്കാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും അതിനെ പാഞ്ഞു വന്ന് സ്വീകരിക്കും എന്ന് സങ്കല്പിക്കരുത്. അത് നടക്കാതെ പോകുന്നത് കാണുമ്പോൾ മനക്ലേശവും അനുഭവിക്കരുത്. ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടിയല്ല, മറിച്ച് ശ്രദ്ധയും കരുതലുമുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ. കുറച്ചു പേരൊക്കെ കരുതലുള്ള, ശ്രദ്ധയുള്ള, ജാഗ്രതയുള്ള, ശരി ഏത് തെറ്റേത് എന്നതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുന്ന തരം ആളുകളുണ്ട്. അത്തരം ആളുകൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ഉത്ബോധനമാണ് എന്നുള്ള നിലക്കാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഥയില്ലാത്ത ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവും. കരുതലോ ശ്രദ്ധയോ കാര്യഗൗരവമോ ഇല്ലാത്ത, നല്ലത് ഏതാണ്, മോശം ഏതാണ്, ശരി ഏതാണ്, തെറ്റ ഏതാണ് എന്നൊന്നും ശ്രദ്ധയോടുകൂടി നോക്കി കണ്ട് മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. അവരാരും ഇത് വന്ന് ഹൃദയപൂർവ്വം അങ്ങ് സ്വീകരിച്ചെന്ന് വരില്ല. പക്ഷെ ഇത് വേറൊരു കൂട്ടർക്ക് തദ്കിറത്താണ്. ലിമൻ യഖ്ഷ എന്നാണ് അല്ലാഹു കൂടെ പറയുന്നത്. ഖുശൂ ഉള്ള ആളുകൾക്ക്, ഖൗഫും ഖുശൂവും അതേപോലെ തന്നെ തഖ്വയും ഒക്കെയുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ. തേടിക്കൊണ്ടിരിക്കുകയാണ് അവര്. എന്താണ് മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിത യാഥാർത്ഥ്യം എന്നത്? സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാൻ വെമ്പലുള്ളവരാണ്. ഹഖ് അറിഞ്ഞിട്ട് അത് പിന്തുടരണം എന്ന് അതികഠിനമായി ആഗ്രഹിക്കുന്നവരാണ് അവര്. അത്തരം ആളുകൾക്കുള്ള ഉത്ബോധനമാണ്, ഓർമ്മപ്പെടുത്തലാണ് ഈ ഗ്രന്ഥം. കഥയില്ലാത്ത മനുഷ്യർ ഒരുപാടുണ്ടാകും. അവരിതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അവരിതിന്റെ പേരിൽ താങ്കളെ മനോവിഷമത്തിൽ അകപ്പെടുത്തുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ മനോവിഷമം അനുഭവിച്ച്, ക്ലേശം അനുഭവിച്ച് ദുരിതത്തിലാവേണ്ടവനല്ല പ്രവാചകരെ താങ്കൾ. ഇത് ആർക്കാണ് ഉപകരിക്കുക? ലിമൻ യഖ്ഷ. ഇതൊരു തദ്കിറത്താണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്. ഇത് ഒരു ഉണർത്തലാണ്. ആർക്കാണ്? ലിമൻ യഖ്ഷ. ഭയപ്പാട് കാണിക്കുന്ന ആളുകൾക്കാണ്, കരുതലുള്ളവർക്കാണ്, ശ്രദ്ധയുള്ളവർക്കാണ്, തഖ്വയുള്ള, ദൈവഭയമുള്ള, ഭക്തിയുള്ള ആളുകൾക്കാണ്. എന്ന് പറഞ്ഞ ഒരു പേടിയും ഭയമൊക്കെ ഉള്ള, ഒരു കരുതലും ശ്രദ്ധയൊക്കെ ഉള്ള തരം ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന, അന്ധതയോടെയും ബധിരതയോടെയും കാര്യങ്ങളെ സമീപിക്കുന്ന ആളുകളല്ല എല്ലാവരും. ചിലരെങ്കിലും ശ്രദ്ധയുള്ള, കരുതലുള്ള കാര്യങ്ങളിൽ ഒരു ഭയപ്പാടോട് കൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന തഖ്വയുള്ള ആളുകളുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള തദ്കിറത്താണത്. തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത്തിൽ ഉല. അത് നിസ്സാരായ ഒരു സംഗതിയൊന്നുമല്ല. ഇത് തൻസീലാണ്, ഒരു അവതരണമാണ്. ആരിൽ നിന്നാണ്? മിമ്മൻ ഖലഖസ് സമാവാതി വൽ അർള്. മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത്. ഭൂമിയെ സൃഷ്ടിച്ച, ആകാശങ്ങളെ സൃഷ്ടിച്ച ഒരുവന്റെ അടുക്കൽ നിന്നുള്ളതാണ് ഈ തൻസീൽ, ഈ അവതരണം. ഈ കിതാബ് ഭൂമിയെയും ആകാശങ്ങളെയും, അത്യുന്നതങ്ങളായ ആകാശങ്ങളെയും സൃഷ്ടിച്ച, ഇങ്ങനെയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. വസ്സമാവാത്തിൽ ഉല എന്നാണ്. ഉന്നതങ്ങളായ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളവന്റെ അടുക്കൽ നിന്നുള്ള അവതരണമാണ്. പ്രപഞ്ചങ്ങളുടെ നാഥൻ മനുഷ്യരിലെ ശ്രദ്ധയുള്ളവർക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന മാർഗദർശനമാണിത്. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ പ്രപഞ്ചങ്ങളുടെ നാഥൻ മനുഷ്യരുടെ കൂട്ടത്തിലെ ശ്രദ്ധയും കരുതലും ഒക്കെ ഉള്ളവർക്ക് വേണ്ടി അവര് ഒരു ഉത്ബോധനം ഉൾക്കൊള്ളുന്നവരാകുന്നതിന് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഈ കിതാബ്.
അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അർ-റഹ്മാൻ, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച ഒരു കാര്യം വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. അർ-റഹ്മാൻ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അള്ളാഹു എന്ന വാക്കിന് പകരമായി ഖുർആനിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ കൂട്ടത്തില് അള്ളാഹുവിന്റെ പേരിനോടൊപ്പം ചേർത്ത് ഏറ്റവും ആദ്യം പറയുന്ന ഒരു വിശേഷണം ഇതാണ്. നമ്മൾ ബിസ്മിയിൽ തന്നെ അങ്ങനെ കാണുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനി എന്നാണ് കാണുക. അള്ളാഹു എന്ന പേര് വന്ന ഉടനെ പരാമർശിക്കപ്പെടുന്നത് അർ റഹ്മാൻ എന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രകൃതം തന്നെയാണ് അവൻ റഹ്മാനാണ് എന്നത്. അവന്റെ കാരുണ്യമാണ് ഈ പ്രപഞ്ചത്തിലെ സകലതിനും ഉണ്മ നൽകിയിട്ടുള്ളത്. ഉണ്മ നൽകിയതിനു ശേഷമാണല്ലോ ബാക്കിയുള്ളതൊക്കെ പ്രസക്താവുന്നത്. മനുഷ്യന് ഒരു അസ്തിത്വം നൽകി, ഉണ്മ നൽകി, അവനൊരു സ്വത്വം നൽകി, ഒന്നുമായിരുന്നില്ലാത്ത, അസ്തിത്വം ഉണ്ടായിരുന്നില്ലാത്ത ഒരവസ്ഥയിൽ അവന് അസ്തിത്വം നൽകി, അവനൊരു വ്യക്തിത്വവും ഉണ്മയും ഒക്കെ നൽകി. അത് അള്ളാഹുവാണ്. അത് അവന്റെ പ്രകൃതമായ റഹ്മാൻ എന്ന ഗുണം പ്രകടമാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഭാഗത്ത് വല്ല വീഴ്ചയും പോരായികയും തെറ്റുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളോട് കരുണ കാണിക്കുന്ന റബ്ബ് പലപ്പോഴും പരാമർശിക്കപ്പെടാറുള്ളത് റഹീം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ മനുഷ്യന് അവന്റെ ഉണ്മ തന്നെ നൽകിയിരിക്കുന്ന അള്ളാഹുവിനെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്, അത് അവന്റെ ദൈവികമായ പ്രകൃതം തന്നെയാണ് ആ കാരുണ്യം എന്ന് പറയുന്നത്. റഹ്മാൻ എന്നതും റഹീം എന്നതും ഒക്കെ റഹ്മ് എന്ന ധാതുവിൽ നിന്ന് വരുന്നതാണ്. അർത്ഥസൂചനകൾ സമാനമായതുമാണ്. പക്ഷെ ഖുർആനിൽ വളരെ വിചിത്രമായ, വളരെ വിശിഷ്ടമായ ഒരു രീതിയിൽ ഈ രണ്ട് വാക്കുകളുടെയും ഉപയോഗം വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. അക്കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോ റഹ്മാൻ അലൽ അർശി ഇസ്തവ, കാരുണ്യവാൻ അവന്റെ പ്രപഞ്ചങ്ങളുടെ മേലുള്ള സിംഹാസനത്തില് ഉപവിഷ്ടനാണ് എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. ഭൂമിയും അത്യുന്നതമായ വാനലോകങ്ങളും സൃഷ്ടിച്ചവനിൽ നിന്നുള്ള അവതരണമാണ് ഈ ഖുർആൻ. ആ കരുണാവാരിധി പ്രപഞ്ചത്തിന്റെ അധികാരപീഠത്തിൽ ഉപവിഷ്ടനുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞാൽ ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ച റബ്ബാണ് മനുഷ്യന് ഇത് അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. സൃഷ്ടികർമ്മം ചെയ്തതിന് ശേഷം, എല്ലാറ്റിനെയും സൃഷ്ടിച്ചതിന് ശേഷം കിടന്നുറങ്ങാൻ പോയവനല്ല നിന്റെ റബ്ബ്. വിശ്രമത്തിലേക്ക് നീങ്ങിയവനല്ല, മറിച്ച് അവൻ അവന്റെ അധികാരപീഠത്തിൽ ഉപവിഷ്ടനാണ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചങ്ങളുടെ സകല പ്രതിഭാസങ്ങളുടെയും അതിന്റെ ചലനാത്മകതയെ പോലും നിർണയിച്ചുകൊണ്ട് അതിനെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് അവൻ എല്ലാറ്റിന്റെയും നിയന്ത്രണം കയ്യിലൊതുക്കിക്കൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അള്ളാഹുവിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച്, മനുഷ്യനെയും ഇവിടെയുള്ള സകല ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ച്, ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം അങ്ങ് മാറി നിൽക്കുകയല്ല. അവന്റെ നിയന്ത്രണത്തിലാണ് സകലതും. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അവന്റെ സിംഹാസനത്തിൽ, അവന്റെ അധികാരപീഠത്തില് അവൻ കയറിയിരിപ്പാണ്. അതൊരു പ്രതീകാത്മകമായ ഒരു ഭാഷയാണ് ഇവിടെ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. രാജാക്കന്മാര് വലിയൊരു ഇരിപ്പിടം ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് ആയിരിക്കും ഒരുപക്ഷെ നമ്മളുടെ മനസ്സിൽ ഈ പ്രയോഗങ്ങള് കാരണമായിട്ട് ഓടിയെത്തുന്നുണ്ടാവാം. നമ്മളെ മനസ്സിലൊരു വരയ്ക്കപ്പെടുന്ന ഒരു ഇമേജ്, ഒരു ചിത്രം അതായിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ ഈ സൃഷ്ടി ലോകത്ത് അവന്റെ അധികാരത്തിന്റെ അധികാര നിയന്ത്രണങ്ങളുടെ ഇരിപ്പിടം ഏത് വിധത്തിലാണ് എന്നത് നമുക്കറിയില്ല. മനുഷ്യരുടെ കൂട്ടത്തില് പലരും അധികാരം കൈയാളുമ്പോൾ അവരുടെ അധികാരത്തിന്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്ന ഇരിപ്പിടങ്ങള്, സിംഹാസനങ്ങള് പ്രയോജനപ്പെടുത്തുന്നത് മാത്രമാണ് നമുക്ക് പരിചയമുള്ള ഒരു കാര്യം. മനുഷ്യന് പരിചയമുള്ള ആ ഭാഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് പരിചയമില്ലാത്ത
ഈ ഭൗതിക ലോകത്ത് മനുഷ്യന് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാശയം അള്ളാഹു പങ്കുവെക്കുകയാണ് ഇവിടെ. അള്ളാഹു സൃഷ്ടിച്ചു ആകാശങ്ങളെ, ഭൂമിയെ, അതിലുള്ള സകലതിനെയും എന്നതിനെ തുടർന്ന് അള്ളാഹു വിശ്രമത്തിലേക്ക് നീങ്ങിയിരിക്കുകയല്ല, അള്ളാഹു മാറി നിൽക്കുകയല്ല, ഉറങ്ങുകയല്ല, മറിച്ച് സകലതിന്റെയും നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അവന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സകലതിന്റെയും നിയന്ത്രണം കഴിയുന്നവനായി, സകലതിനെയും ചലിപ്പിച്ചു വിടുന്നവനായി, സകലതിന്റെയും ഗതിയും ദിശയും ലക്ഷ്യവും ഒക്കെ നിർണയിക്കുന്നവനായി എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിലകൊള്ളുന്നുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അധികാരമുള്ള അവസ്ഥയിലാണ് സിംഹാസനം പ്രസക്തമാവുന്നത്. ഇവിടെയും അത് തന്നെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു വിശ്രമിക്കാൻ പോയിട്ട് ഒരു സിംഹാസനത്തില് കയറി അങ്ങ് കിടന്നുറങ്ങുകയല്ല, അല്ലെങ്കിൽ അവിടെ വിശ്രമിക്കുകയല്ല, മറിച്ച് അള്ളാഹു അവന്റെ അധികാരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതാണ് ഭൂമുഖത്തെ ഓരോ പ്രതിഭാസങ്ങളിലും, പ്രപഞ്ചത്തില് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിഭാസങ്ങളിലും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ നിരന്തരമായ ഇടപെടലുകളാണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. നമ്മൾ പലപ്പോഴും ചില സന്നിഗ്ധമായ അനുഭവങ്ങൾ കാണുമ്പോൾ, ചില ദുരന്ത മുഖത്തിലൊക്കെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇതൊന്നും കാണാനും അറിയാനും ഒരു റബ്ബില്ലേ എന്നൊക്കെ തോന്നിപ്പോകുന്ന സന്ദർഭമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചോദിച്ചു പോകുന്ന ആളുകളും മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. നമ്മള് ഒരുപക്ഷെ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ മനസ്സും ചിന്തയും ആലോചനയും ഒക്കെ പോയെന്ന് വരും. പലരും അത് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോ നമ്മളുടെ ഒരു വലിയ ഔന്നത്യമോ നമ്മളെ അഭിമാനികളാക്കുന്ന എന്തോ ഒരു കാര്യമോ ഒക്കെ ആയിട്ടായിരിക്കും അള്ളാഹ് ചെയ്യാത്തൊരു സംഗതി ചെയ്യാൻ ഞങ്ങളെ ഉണ്ടായുള്ളൂ എന്നൊരു നിഗളിപ്പോട് കൂടിയായിരിക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി രംഗത്ത് വരിക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വലിയ വെല്ലുവിളി കേരളീയ സമൂഹം ഏറ്റെടുത്ത് വിജയത്തിൽ എത്തിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഒരു നിയമക്കുരുക്കിലകപ്പെട്ട ഒരാള്, അയാൾക്ക് 34 കോടി രൂപയോളം വരുന്ന ഒരു ബ്ലഡ് മണിയാണ് മോചനം ലഭിക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു വലിയ തുക. എത്രയോ കാലത്തെ മനുഷ്യാധ്വാനം കൊണ്ട് പോലും നേടാൻ കഴിയാത്ത, ഒരായുഷ്കാലം കൊണ്ട് ഒരാൾക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന അത്രയും വലിയൊരു തുക. ഇത്രയും വലിയൊരു തുക എങ്ങനെ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സ്വരൂപിക്കാൻ കഴിയുന്നൊക്കെ ആലോചിച്ച് പകച്ചു നിന്നു പോയിട്ടുണ്ടാവും ഇതിനെ ഇറങ്ങി തിരിച്ച ആളുകൾ തുടക്കത്തിൽ. പക്ഷെ അത് നിസ്സാരമായിട്ട് അവർക്ക് നിർവഹിക്കാൻ സാധിച്ചു. പക്ഷേ അത് ആരിലും നിഗളിപ്പോ സ്വന്തം കഴിവുകളിലുള്ള അഭിമാനമോ അഭിമാനബോധമോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ സ്വകാര്യമായ അഹന്തയോ ഒന്നുമല്ല ഉണ്ടാക്കേണ്ടത്. നമുക്കത് സാധിച്ചത്, നിങ്ങൾക്കത് സാധിച്ചത് ജനഹൃദയങ്ങളിൽ അള്ളാഹു കരുണയുണ്ടാക്കിയത് കൊണ്ടാണ്. അവരിൽ ആർദ്രത പ്രവർത്തനക്ഷമമാക്കിയത് കൊണ്ടാണ്. അവരിൽ ദീനാനുകമ്പയും സഹാനുഭൂതിയും കഷ്ടപ്പെടുന്നവരോടുള്ള ഒരു ഹൃദയവായ്പും ഒക്കെ അള്ളാഹു ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഈ വെല്ലുവിളി നേരിടാൻ അതിനെ ഇറങ്ങി പുറപ്പെട്ട ആളുകൾക്ക് സാധിക്കുകയുണ്ടായത്. അപ്പൊ അള്ളാഹു കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില സംഭവങ്ങളാണ് ഇതൊക്കെ തന്നെ. ഒരാള് ആഹ്വാനം ചെയ്തത് കൊണ്ടൊന്നും അത് പണമായിട്ട് അങ്ങ് വരില്ല. പണമായി വരണമെങ്കിൽ അതൊരു ജെനുവിൻ കോഴ്സാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടണം. അവരുടെ ഹൃദയങ്ങളിൽ അലിവ് തോന്നണം. ആ അലിവ് പ്രവർത്തനമായി മാറണം. അതിന് വേണ്ട വിധത്തിലുള്ള പിന്തുണ ലഭിക്കണം. കാരണം അത്രയും വലിയൊരു തുകയാണ്, അത്രയും വലിയ
ഒരു എഫേർട്ടാണത്. അത് ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിന് വേണ്ട മാഹൗല്, അറബി ഭാഷയിൽ അങ്ങനെ പറയുന്നത്, മാഹൗല് ഒത്തുവരണം. അതിന് വേണ്ട സാഹചര്യം ചുറ്റുപാടും ഒക്കെ ഒത്തുവരണം. ഇത് ഒരുക്കൂട്ടി തരുന്നത് ആരാണ് എന്നത് ആലോചിച്ചാല് തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് അങ്ങനെ ഒരു സംരംഭത്തെ പിന്തുണക്കാൻ പ്രേരിതമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് മനസ്സിൽ ആ ഘട്ടത്തിൽ കണ്ടിട്ടുള്ളത്? നമ്മളോട് കരുണ ചെയ്ത അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളോട് കരുണ ചെയ്യാൻ പ്രേരിതരാകുന്നത്. തീർച്ചയായിട്ടും അത് അള്ളാഹു കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്നതിനുള്ള ഒരു വ്യക്തമായ സൂചന ആണ് എന്ന് കാണാൻ സാധിക്കും. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, ഭൂമിയുടെയും ആകാശങ്ങളുടെയും അത്യുന്നതമായ ഉന്നതങ്ങളായ ആകാശങ്ങളുടെയും സൃഷ്ടിപ്പ് നിർവഹിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അവതരണമാണിത്. അവൻ കാര്യങ്ങളുടെ നിയന്ത്രണം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അവന്റെ അധികാരപീഠത്തിൽ ഉപവിഷ്ടനുമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ലഹു മാഫി സമാവാത്തി വ മാഫിൽ അർള്, അവന്റെ ഉടമസ്ഥതയിലാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെയും തന്നെ. ഒമാ ബൈനഹുമ, ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിലുള്ളതും, അതുപോലെ തന്നെ ഒമാ തഹത്തസ്സറ, മണ്ണിനടിയിലുള്ളതും, ഇതൊക്കെയും അവന്റെ ഉടമസ്ഥതയിലുള്ളത്. ഈ കണ്ട മനുഷ്യന് ഭാവനയിൽ കാണാവുന്ന ഏത് പ്രപഞ്ച മേഖലയായാലും അതൊക്കെ തന്നെയും അള്ളാഹു സൃഷ്ടിച്ചതും അവൻ ഉടമസ്ഥപ്പെടുത്തി വെച്ചിട്ടുള്ളതുമാണ്. ആകാശങ്ങൾ അങ്ങനെയാണ്, ഭൂമി അങ്ങനെയാണ്, ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിലുള്ളത് അങ്ങനെയാണ്, മണ്ണിനടിയിലുള്ളതും അവന്റെ ഉടമസ്ഥതയിലാണ്. അവൻ ഇച്ഛിക്കുമ്പോൾ അവൻ ഇച്ഛിക്കുന്ന വിധത്തിൽ മാത്രമാണ് അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തില് വെളിപ്പെട്ടു വരാം. ആയിരക്കണക്കിന് വർഷങ്ങള് അറേബ്യൻ മണലാരണ്യത്തിന്റെ അടിയില് ഇന്ധനം, പെട്രോൾ ഉണ്ടായിരുന്നതാണ്. എത്രയോ തലമുറകൾ അവിടെ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് കാരക്ക കടിച്ച് ഈമ്പി നൂറ്റാണ്ടുകളോളം അവിടെ ജീവിച്ചിട്ടുണ്ട്. അവർക്കാർക്കും അത് പ്രയോജനപ്പെടുത്താൻ, മണ്ണിലടിയിലുള്ള ആ അവർക്ക് വലിയ ഐശ്വര്യം നൽകുന്ന ഒരു വിഭവം കണ്ടെത്താനോ പ്രയോജനപ്പെടുത്താനോ ഒന്നും സാധിച്ചിട്ടില്ല. അത് അള്ളാഹുവിന്റെ മിൽക്കീയത്തിലായിരുന്നു എന്നതാണ് അതിന് കാരണം. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് അത് മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തില് ശ്രദ്ധയിലേക്ക് വരിക. ആകാശങ്ങളുടെ വിശാലതയില്, പ്രപഞ്ച സാകല്യത്തില് ഒന്നാകെ തന്നെ നമ്മൾ ധാരാളം സൗരയൂഥങ്ങള് ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് ഗാലക്സീസ് ഉണ്ട്, അസംഖ്യം ഗാലക്സീസ് ഉണ്ട്. അതിലൊക്കെ തന്നെ കോടിക്കണക്കിന് ഹെവൻലി ബോഡീസും നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളെ ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിലുള്ളതൊക്കെയും തന്നെ അത് മുഴുവനായിട്ടും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഇച്ഛയെ, അള്ളാഹുവിന്റെ മശീഅത്തിനെ ഭേദിച്ചുകൊണ്ട് അവയിൽ യാതൊന്നും എങ്ങോട്ടും പൊയ്ക്കളയൂല. അവന്റെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായിട്ടും. അവന്റെ നിയന്ത്രണത്തിലാണ് അത്യുന്നതങ്ങളായ ആകാശങ്ങള്, അതുപോലെ ഭൂമി, അവയ്ക്കിടയിലുള്ളത്, അതുപോലെ മണ്ണിന് താഴെയായിട്ടുള്ളത് ഒക്കെയും തന്നെ. മണ്ണിന് താഴെ എന്താണുള്ളത് എന്നൊക്കെ ആലോചിക്കാൻ വേണ്ട വിധത്തിലൊന്നും സാധിച്ചിരുന്ന ഒരു കാലത്തായിരുന്നില്ല ഖുർആൻ അവതരിച്ചിരുന്നത്. മണ്ണിന് താഴെയാണ് പെട്രോൾ ലഭ്യമായിരുന്നത്. ഇത് പക്ഷെ അവർക്ക് പല ധാതുക്കളും മണ്ണിന് അടിയിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നത്. ലോഹങ്ങളുടെ അയിര് കുഴിച്ചെടുക്കുന്നത് മണ്ണിനടിയിൽ നിന്നാണ്. കൽക്കരി ലഭിക്കുന്നത് മണ്ണിനടിയിൽ നിന്നാണ്. ഇതുപോലെ അസംഖ്യം വസ്തുക്കള് മണ്ണിനടിയിൽ അള്ളാഹു ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് കുഴിച്ചെടുത്തുകൊണ്ട്, അത് ഖനനം ചെയ്തുകൊണ്ട്, അതിനെ സംസ്കരിച്ചുകൊണ്ട് വലിയ കോർപ്പറേറ്റുകള് ലോകത്ത് വിരാജിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം ഇതൊക്കെയും തന്നെ
അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നതാണ്. അതുകൊണ്ട് വൈൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വഇൻ തജ്ഹർ ബിൽ ഖൗലി, പ്രവാചകരെ താങ്കൾ ഉറക്കെ ആർത്ത് കരഞ്ഞുകൊണ്ടോ ഉറക്കെ ശബ്ദമുയർത്തിക്കൊണ്ടൊക്കെ പറയുന്നുവെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. പറഞ്ഞേക്കാം, താങ്കൾ ഉച്ചത്തിൽ കരഞ്ഞ് വിലപിച്ച് അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കി ഒക്കെ താങ്കളുടെ വേവലാതികളും വിഷമവും ഒക്കെ രേഖപ്പെടുത്തിയേക്കാം. ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ള ഒരു കൺസേൺ അതാണല്ലോ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനക്ലേശം അതാണ് തുടക്കത്തിൽ സൂചിപ്പിക്കപ്പെട്ട കാര്യം. ഇവിടെ പറയുന്നത് ഒരു പക്ഷേ താങ്കള് ഇത് ഉറക്കെ വിളിച്ചു പറഞ്ഞെന്ന് വന്നേക്കാം. അങ്ങനെയും ചെയ്യാലോ, മനുഷ്യരല്ലേ. അവരുടെ വിഷമവും വേവലാതിയും ക്ലേശവും ഒക്കെ അവര് ഉറക്കെ കരഞ്ഞുകൊണ്ടോ ഉറക്കെ സംസാരിച്ചുകൊണ്ടോ ഒക്കെ പ്രകടിപ്പിച്ചു വന്നേക്കാം. പക്ഷെ ഫൈന്നഹു യഅലമു സിർറ വഅഖ്ഫ, അതിനൊന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും അവന് രഹസ്യമറിയാം, അതുപോലെ അതിനേക്കാൾ ഗോപ്യമായതും അറിയാം. അള്ളാഹു പറയുന്ന അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ താങ്കള് ഒരുപക്ഷെ വൈൻ തജ്ഹർ ബിൽ ഖൗലി, ഉറക്കെ പറഞ്ഞെന്ന് വരാം. ഒരുപക്ഷെ താങ്കൾ ഉറക്കെ പറയാനായിരിക്കും പ്രേരിതനായിട്ടുണ്ടാവുക. താങ്കളുടെ വിഷമങ്ങള് അള്ളാഹുവിനോട് ഉച്ചത്തില് കരഞ്ഞുകൊണ്ട് ആർത്തുകൊണ്ടൊക്കെ അള്ളാഹുവുമായിട്ട് പങ്കുവെച്ചെന്ന് വരാം. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നത് താങ്കൾക്ക് ഒരു പരിഗണനയിലുള്ള കാര്യമാവാം. പക്ഷെ അത് ആവശ്യമുണ്ടോ? എന്തൊന്നും ആവശ്യമില്ല. കാരണം ഫഇന്നഹു യഅലമു, അവൻ അറിയുന്നുണ്ട്. അവന്റെ അറിവിൽപ്പെടാതെ അതൊന്നും പോകുന്നില്ല. താങ്കളത് പറഞ്ഞാലും രഹസ്യമായിട്ട് അള്ളാഹുവിനോട് അത് പങ്കുവെച്ചാലും ഇനി രഹസ്യമല്ലാത്ത വിധത്തിൽ അതിനെ ഗോപ്യമാക്കി വെച്ചാലും, വളരെ രഹസ്യമാക്കി വെച്ചാലും അള്ളാഹു അത് അറിയുന്നുണ്ട്. അള്ളാഹുവിൽ നിന്ന് അതൊന്നും മറഞ്ഞു നിൽക്കുന്നില്ല. താങ്കൾ ഉറക്കെ പറഞ്ഞു എന്നതുകൊണ്ട് കൂടുതൽ പ്രയോജനമൊന്നുമില്ല. രഹസ്യമായിട്ട് അള്ളാഹുവിനോട് അത് പങ്കുവെക്കുന്നു, അള്ളാഹുവിനോട് ആവലാതി പറയുന്നു, എങ്കിലും അവൻ കേൾക്കും. ഇനി പറയാതെ അതീവ രഹസ്യമായിട്ട് വെച്ചാൽ പോലും അള്ളാഹു അത് അറിയുന്നുണ്ട്. അതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്, ഫഇന്നഹു യഅലമു സിർറ, രഹസ്യമായത് അവൻ അറിയുന്നുണ്ട്, വഅഖ്ഫ, ഗോപ്യമായി നിൽക്കുന്ന അതിനേക്കാൾ മറഞ്ഞു കിടക്കുന്ന ഗോപ്യമായ വിധത്തിലുള്ളതും അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ രണ്ട് സാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ളത്, ഒന്നുകിൽ ഉറക്കെ ആർത്ത് കരഞ്ഞുകൊണ്ടോ ശബ്ദമുയർത്തിക്കൊണ്ടോ ഒക്കെ പറയുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ രഹസ്യമായിട്ട് പറയുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഈ വിഷയം സക്കരിയ അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ മറിയം റളിയല്ലാഹു അൻഹയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈ ഒരു സമീപനം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മുന്നിലുള്ള രണ്ട് സാധ്യത, ഒന്നുകിൽ ഉറക്കെ ഈ കാര്യം അദ്ദേഹത്തിന്റെ ക്ലേശം, മനക്ലേശവും പ്രയാസവും ഒക്കെ അള്ളാഹുവിനോട് ഉറക്കെ പറയുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ സിറായിട്ട് പറയുക, രഹസ്യമായിട്ട് അത് പങ്കുവെക്കുക. ഇനി അത് രണ്ടും ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിനേക്കാൾ രഹസ്യമായിട്ട് ഗോപ്യമായിട്ട് ആണ് കാര്യങ്ങളുള്ളത്. ഉറക്കെ പറയുന്നില്ല, മെല്ലെയും പറയുന്നില്ല, എന്നാ പോലും അള്ളാഹുവിന് അത് മറഞ്ഞു കിടക്കുന്നില്ല. അള്ളാഹു അത് അറിയുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു ലാ ഇല, കാരണം എന്താ? അതിന്റെ മുകളിൽ പറഞ്ഞ പ്രയോഗം അലൽ അർശി ഇസ്തവ, അള്ളാഹു തന്റെ സിംഹാസനത്തിൽ അധികാരപീഠത്തിൽ ഉപവിഷ്ടനാണ്. അവനെവിടെയും പോയി കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ വിശ്രമിക്കുകയൊന്നുമല്ല. കാര്യങ്ങളുടെ സമ്പൂർണമായ നിയന്ത്രണം തന്റെ കൈകളിലാക്കിക്കൊണ്ട് അവൻ നിലകൊള്ളുന്നു. ചലിക്കേണ്ടവയെ ചലിപ്പിച്ചും നിൽക്കേണ്ടവയെ നിൽക്കാൻ കാരണമാക്കിയും ഒക്കെ അള്ളാഹു അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ നിയന്ത്രണത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ ഫലങ്ങള് പാകമായി അത് പഴുത്ത് തയ്യാറായി വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ധാന്യം അതിന്റെ മൂപ്പെത്തി വിളവെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതൊക്കെ ഈ
സിംഹാസനത്തിലെ അവന്റെ അധികാരപീഠത്തിലെ അവന്റെ സാന്നിധ്യം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ട് പ്രവാചകരെ, താങ്കളുടെ ഒരു വിഷമവും അള്ളാഹു അറിയാതെ പോകുന്നില്ല. ഉറക്കെ പറഞ്ഞാലും മെല്ലെ പറഞ്ഞാലും ഇനി പറയാതെ ഗോപ്യമാക്കി വെച്ചാൽ പോലും തന്നെയും അവൻ അറിയുന്നുണ്ട് എന്നാണ് സൂചന. അള്ളാഹു ആണ് അവൻ. ഈ നിയന്ത്രണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അവനാണ് അള്ളാഹു. ഈ സകല പ്രപഞ്ചങ്ങളുടെയും മേൽ നിയന്ത്രണമുള്ള അധികാരപീഠത്തില് കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ടല്ലോ, അവനാണ് അള്ളാഹു. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഹു അള്ളാഹു എന്നാണ് സൂചന. അവനാണ് അള്ളാഹു. ഇവിടെ പറയപ്പെട്ട ഒരു റബ്ബുണ്ട്, അവനാണ് അള്ളാഹു. ലാ ഇലാഹ ഇല്ലാ ഹുവ. അവനല്ലാതെ ഒരു ആരാധ്യനും ഇല്ല. ലാ ഇലാഹ, ഒരു അധികാരസ്ഥനും ഇല്ല അവനല്ലാതെ. അള്ളാഹുവാണ് സകലതിന്റെയും നിയന്ത്രണമുള്ള ഏകനായ ഇലാഹ്. ലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അവന് അവകാശപ്പെട്ടതാണ് സകല ഉത്കൃഷ്ട നാമങ്ങൾ. കാരണം നന്മകളൊക്കെ, ഹസൻ എന്ന് പറയാവുന്ന എല്ലാം അവന്റേതാണ്. അതുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ അർത്ഥസൂചനകളുള്ള നാമങ്ങളൊക്കെയും തന്നെ അവനുള്ളതാണ്. ആ നാമങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിനക്ക് അവനെ വിളിക്കാം, അവനെ അഭിസംബോധന ചെയ്യാം. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു, അത് അവൻ അർ റഹ്മാനാണ്. അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും ഏറെ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഖുർആനിൽ ഉപയോഗിക്കുന്ന പ്രയോഗം അർ റഹ്മാൻ എന്നതാണ്. അത് അള്ളാഹുവിന് യോജിച്ച, അള്ളാഹുവിന് മാത്രം യോജിച്ച പേരാണ്. അള്ളാഹുവിന്റെ ഹസനാത്ത് വിളിച്ചോതുന്ന പേരാണ്. അപ്പോ ലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അവനാണ് ഉത്കൃഷ്ട നാമങ്ങളൊക്കെ അവകാശപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ത്വാഹയിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് കരുതലോടെയും ശ്രദ്ധയോടെയും ഒക്കെ ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ, സ്വാലിഹികളായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.